ലോകത്ത് ഉറപ്പിച്ച മണി സീരീസിലെ കള്ളന്മാരെ പോലെ കേരളത്ത് ഉറപ്പിച്ച കേരള പോലീസിനെ ഉറപ്പിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതെ, ചേലേമ്പ്ര ബാങ്ക് റോബറി. ഇറ്റ്സ് ഹരി ഹിയർ. വെൽക്കം ടു ദ ഡാർക്ക് റൂം. December 31 തിങ്കളാഴ്ച അന്നത്തെ മലപ്പുറം പോലീസ് സൂപ്രണ്ടായിരുന്ന പി വിജയൻ സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോളുണ്ടായിരുന്നത് അന്നത്തെ തേഞ്ഞിപ്പലം എസ് ആയിരുന്ന എസ് ജോൺസൺ ആയിരുന്നു. ഒരു സാധാ റിപ്പോർട്ടിംഗ് കോളാണെന്ന് വിചാരിച്ച എസ് പിയെ കാത്തിരുന്നത് കേരള പോലീസിനെ പോലും ഞെട്ടിക്കാൻ തക്കവണ്ണമുള്ള ഒരു വാർത്തയായിരുന്നു. അങ്ങനെ എസ് ഐ റോബറി നടന്ന ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ പോവുകയാണ്. അദ്ദേഹം ചെല്ലുമ്പോൾ കാണുന്നത് ബാങ്കിൻ്റെ തറ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ സ്ട്രോങ് റൂമിൻ്റെ താഴെയായിട്ട് വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ ലോക്കറുകളും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബാങ്ക് മാനേജർ എസ് ഐനോട് വന്ന് പറയുന്നുണ്ട്, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ 10,000-ഓളം അക്കൗണ്ടുകളിലായിട്ട് ഗോൾഡും ക്യാഷും എല്ലാം കൂടി അവർ നോക്കുമ്പോൾ 5 കോടിയിലധികം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടയുടനെ എസ് ഐ മനസ്സിലാക്കുകയാണ്, ഇന്ന് വരെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റോബറി ആയിരുന്നു ഈ നടന്നത് എന്നുള്ളത്. എസ് ഐ ഈ വിവരം നേരെ എസ് പിനോട് വിളിച്ച് പറയുകയാണ്. എസ് പി അപ്പോൾ തന്നെ സ്ഥലത്തെത്തുന്നുണ്ട്. കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റോബറി ആയതുകൊണ്ട് തന്നെ എസ് പി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ തീരുമാനിച്ചു. പൊന്നാനി എസ് ഐ ആയിരുന്ന പി വിക്രമൻ, വണ്ടൂർ എസ് ഐ ആയിരുന്ന MP മോഹനചന്ദ്രൻ, അതുപോലെ തന്നെ DSP ഷൗക്കത്ത് അലി, ഇവരായിരുന്നു ആ ടീമിലുണ്ടായിരുന്നത്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാവുകയാണ് താഴെയുള്ള ഒരു ഹോട്ടൽ സുഹൈമ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് വഴിയാണ് അവർ ബാങ്കിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അവർ നേരെ ഹോട്ടലിൻ്റെ ഓണറായിട്ടുള്ള മൊയ്തീൻ ഹാജിനെ വിളിച്ചു വരുത്തുകയാണ്. അദ്ദേഹത്തിനോട് ഹോട്ടൽ തുറന്നു തരാൻ ആവശ്യപ്പെടുകയാണ്. ഹോട്ടൽ തുറന്ന് അവർ ഉള്ളിൽ കയറുമ്പോൾ കാണുന്നത് ബാങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ കണ്ട വേറൊരു കാഴ്ച, ബാങ്കിലേക്ക് കയറാൻ ഉപയോഗിച്ച ഹോളിൻ്റെ നേരെ താഴെയായിട്ട് ഒരുപാട് ടേബിളുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് പൊടി പിടിച്ച് കിടക്കുന്ന മറ്റൊരു ടേബിളിൽ ജയ് മാവോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിലേക്ക് കയറാൻ ഉപയോഗിച്ച ഹോൾ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് തോട്ട വെച്ചിട്ടാണ് അതിൽ പൊട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഡ്രില്ല് ഉപയോഗിച്ച് ആ സ്ലാബ് മൊത്തത്തിൽ പൊളിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ നേരെ ഡോഗ് സ്ക്വാഡിനെ വിളിച്ചു വരുത്താണ്. ഡോഗ് സ്ക്വാഡ് വന്നിട്ട് ബാങ്കും ഹോട്ടലും എല്ലാം ചെക്ക് ചെയ്ത ശേഷം നേരെ പുറത്തേക്ക് ഓടുകയാണ്. ഈ ഓടുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമും എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ഡോഗ് സ്ക്വാഡ് നേരെ ചെന്ന് നിൽക്കുന്നത് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു പണിതീരാത്ത ബിൽഡിങ്ങിലായിരുന്നു. അവിടെ നിന്ന് അവർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും അവിടെ തന്നെ നിലയ്ക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ഇവർ നേരെ ഹോട്ടൽ ഉടമേനെ വിളിച്ച് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ്. അങ്ങനെ മൊയ്തീൻ ഹാജി പറഞ്ഞു തുടങ്ങുകയാണ്, അദ്ദേഹം കുറച്ചു കാലം മുന്നേ ഈ കട നടത്തിയിരുന്നു. കട ലാഭത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അത് വേറൊരാൾക്ക് നടത്താൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അവർ ഹോട്ടൽ റെനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസത്തോളമായിട്ട് ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ മൊയ്തീൻ ഹാജിനെ വന്ന് കാണുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയിരുന്നില്ല. അങ്ങനെ മൊയ്തീൻ ഹാജി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടരുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ മാസം ഏകദേശം ഈ സമയത്തായിട്ട് ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മൊയ്തീൻ ഹാജിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി മൊയ്തീൻ ഹാജിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഹോട്ടൽ ലാഭത്തിലല്ലെങ്കിൽ ഞാൻ ഈ ഹോട്ടൽ ഏറ്റെടുത്ത് നടത്തിക്കോട്ടെ എന്നുള്ളത്. ബാബു എന്ന പേരിലാണ് മൊയ്തീൻ ഹാജി അയാൾ വന്ന് പരിചയപ്പെടുന്നത്. പിന്നീട് മൊയ്തീൻ ഹാജി അയാളെ കാണുന്നത് December 19 റെൻ്റൽ അഗ്രിമെൻറ്റിന് വേണ്ടി വരുമ്പോഴാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ മൊയ്തീൻ ഹാജിക്ക് ഒരിക്കലും ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഗ്രില്ലിംഗ് മെഷീൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ മൊയ്തീൻ ഹാജിയെ വീണ്ടും വന്ന് കാണുന്നുണ്ട്. അങ്ങനെ മൊയ്തീൻ ഹാജി ഇയാളെ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഉസ്മാൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ബാബു എന്ന നമ്പർ കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ മൊയ്തീൻ ഹാജിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് പോലീസ് ഒരു രേഖാചിത്രം അർപ്പിക്കുന്നു. ഇതുവരെ പോലീസിൻ്റെ കയ്യിലുള്ളത് മൊയ്തീൻ ഹാജിക്ക് ബാബു കൊടുത്ത ഒരു നമ്പറും അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത ബാബുവിൻ്റെ രൂപവും അന്ന് ഹോട്ടലിൻ്റെ മേശപ്പുറത്ത് എഴുതിയ ജയ് മാവോ എന്ന വാക്ക് മാത്രമായിരുന്നു. അങ്ങനെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പിന്നീട് ആ അന്വേഷണം എത്തി നിൽക്കുന്നത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളിലേക്കാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതെൻ്റെ നമ്പറല്ല, എൻ്റെ ID ഉപയോഗിച്ച് വേറെ ആരും എടുത്ത നമ്പറാണ് ഇത് എന്നുള്ളത്. അങ്ങനെ ആ ശ്രമവും വഴിവിട്ടി നിൽക്കുന്ന സമയത്താണ് പോലീസിലേക്ക് ഇങ്ങോട്ടൊരു കോൾ വരുന്നത്. അത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലെ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലെ ആ ഹോട്ടലിൽ എത്തുകയാണ്.
അവർ ബാബു താമസിച്ചിരുന്ന റൂമിലേക്ക് പോകുമ്പോൾ കാണുന്നത് കട്ടിലിന് മുകളിലൊരു ബാഗും അതുപോലെ തന്നെ ഒരു പേപ്പർ കഷ്ണവും മാത്രമാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാവുകയാണ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ബാബുവിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഇതെല്ലാം. കാരണം ആ കടലാസ് കഷ്ണത്തിലും ആ വാക്കുകളുണ്ടായിരുന്നു, ജയ് മാവോ. അങ്ങനെ അന്വേഷണം വീണ്ടും വഴിമുട്ടി പോവുകയാണ്. അപ്പോഴാണ് ഉസ്മാന്റെ കയ്യിൽ നിന്ന് ബാബുവിൻ്റെ രണ്ടാമത്തെ നമ്പർ പോലീസിന് കിട്ടുന്നത്. അങ്ങനെ ആ രണ്ടാമത്തെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എത്തി നിൽക്കുന്നത് അന്വേഷണത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിലായിരുന്നു. അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലാവുന്നു ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് റോബറിയുടെ പ്രധാന സൂത്രധാരൻ കോട്ടയം ജില്ലയിലെ ഉള്ളനാട് ഗ്രാമത്തിലുള്ള ജോസഫ് എന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് വിരാമമിട്ടുകൊണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ച് കേരള പോലീസ് അതിവിദഗ്ധമായി ജോസഫിനെ പിടികൂടുന്നു. കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കേസുകളിലൊന്നായി ഇന്നും ഈ കേസ് നിലനിൽക്കുന്നു.